നിങ്ങൾക്കറിയാമോ, ലോകത്ത് ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്നതും ഇൻഫ്ലുവൻഷ്യലുമായ ഷെഫ് ഗോർഡൻ റാംസെ ഒരു ഫുട്ബോൾ പ്ലെയർ ആയിരുന്ന കാര്യം? ബ്രിട്ടീഷ് സെലിബ്രിറ്റി ഷെഫായ അദ്ദേഹം ടെലിവിഷൻ സീരീസിലൂടെയാണ് പ്രശസ്തിയിലേക്ക് ഉയരുന്നത്. കരിയറിൽ ആകെ മൊത്തം 17 മിഷലിൻ സ്റ്റാർസ് ലഭിച്ചിട്ടുള്ള റാംസെ ഇന്ന് ലോകമെമ്പാടും റെസ്റ്റോറൻറ്റുകളുള്ള ഒരു ഗ്ലോബൽ ഫിഗറാണ്. എന്നാൽ അദ്ദേഹത്തിന് ഫുട്ബോളിൽ ഒരു സ്ട്രോങ് ഗ്രൗണ്ടിംഗ് ഉള്ള കാര്യം അങ്ങനെ എല്ലാവർക്കും അറിയാവുന്ന ഒന്നല്ല. തൻ്റെ ചെറുപ്രായത്തിൽ തന്നെ ഫാമിലിയോടൊപ്പം ഇംഗ്ലണ്ടിലേക്ക് താമസം മാറുന്നതിന് മുമ്പ് വരെ ഗ്ലാസ്ഗോവിൽ റേഞ്ചേഴ്സിൻ്റെ മത്സരം കാണാൻ സ്ഥിരം സാന്നിധ്യമായിരുന്നു അദ്ദേഹം. ഇംഗ്ലണ്ടിലെത്തിയതിനു ശേഷം തൻ്റെ ഫുട്ബോളിൻ്റെ താല്പര്യവും ടാലൻറ്റും തിരിച്ചറിഞ്ഞ അദ്ദേഹം ഓക്സ്ഫോർഡ് യുണൈറ്റഡ് യൂത്ത് അക്കാഡമിക്കായി അസോസിയേഷൻ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കെ തൻ്റെ 15-ാം വയസ്സിലാണ് സ്കോട്ടിഷ് ജയൻസായ റേഞ്ചേഴ്സിൻ്റെ സ്കൗട്ടിംഗ് ടീം തന്നെ നോട്ടീസ് ചെയ്യുന്നത്. റാംസെയുടെ ഓട്ടോബയോഗ്രഫി അനുസരിച്ച് റേഞ്ചേഴ്സിന് ട്രയലിസ്റ്റായി നോൺ ലീഗ് മാച്ചസ് കളിച്ചിട്ടുണ്ടെന്ന് റേഞ്ചേഴ്സിൻ്റെ സ്പോക്സ് പേഴ്സൺ അനുസരിച്ച് കുറച്ച് മാസങ്ങൾ അവരുമായി ട്രെയിൻ ചെയ്യുകയും ചെയ്തു. എന്നാൽ നിരന്തരമായ ഇഞ്ചുറീസ് അദ്ദേഹത്തെ അലട്ടിയ ഒന്ന് തന്നെയാണ്. തുടർന്ന് 1995 നീ കാർട്ടിലേജ് ഡാമേജും ലിഗമെന്റ് ടയറൊക്കെ അദ്ദേഹത്തിൻ്റെ ഫുട്ബോൾ കരിയർ അവസാനിപ്പിക്കാൻ നിർബന്ധിതനാക്കി. യൂത്ത് ലെവലിലും കുറച്ചുകാലം അൺഒഫീഷ്യൽ ഫസ്റ്റ് ടീം മാച്ചസിൽ കളിച്ച് തൻ്റെ പ്രിയപ്പെട്ട ക്ലബിനായി ഫുൾ ടൈം ബേസിസിൽ കളിക്കാനാകാതെ പഠിത്തത്തിലേക്ക് മടങ്ങേണ്ടി വന്ന അദ്ദേഹം 1997 ഹോട്ടൽ മാനേജ്മെൻറ്റ് ഡിഗ്രി പൂർത്തിയാക്കുകയും യൂറോപ്പിലെ അന്നത്തെ ടോപ്പ് ഷെഫുകൾക്കൊപ്പം വർക്ക് ചെയ്ത് ഇന്ന് ടെലിവിഷൻ ഷോയിലൂടെ കുലിനറി ആർട്സ് ലോകമെമ്പാടും പോപ്പുലറൈസ് ചെയ്യുന്നതിൽ പ്രധാന പങ്കാണ് അദ്ദേഹത്തിനുള്ളത്. ഒരുപക്ഷേ അദ്ദേഹത്തിന് ഇഞ്ചറി തൻ്റെ ജീവിതത്തിലെ ഒരു സുവർണ വാതിലാണ് തുറന്നു തന്നത്.